2024 മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ ഇനി കഠിന പരീക്ഷണമാവുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. വലിയ പരിഷ്കാരങ്ങളാണ് ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള പരീക്ഷയിലും നടത്തിപ്പിലും വരുന്നത്. ഗതാഗത മന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ വണ്ടി ഓടിക്കുവാൻ അറിയുന്നവർക്കല്ല, വണ്ടി കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്കാണ് ഇനി മുതൽ ലൈസൻസ് ലഭിക്കുക. ലേണേഴ്സ് ടെസ്റ്റ് മുതൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കും. നിലവിൽ 20 ചോദ്യങ്ങളിൽ 12 എണ്ണം ശരിയായാൽ ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചിരുന്നു. ഇതിന് പകരം 30 ചോദ്യങ്ങളിൽ 25 ശരിയുത്തരം നൽകിയാൽ മാത്രമേ ഇനി മുതൽ ലേണേഴ്സ് ലഭിക്കൂ. ഒരു ദിവസം പരമാവധി 20 ലൈസൻസ് മാത്രം ഒരു ഓഫീസ് നൽകിയാൽ മതിയെന്നതാണ് മറ്റൊരു സുപ്രധാന മാറ്റം. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ വരും. ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമ്പോൾ പ്രതികരണങ്ങളും വാർത്തകളും ഉണ്ടാവുമെങ്കിലും അതൊന്നും സാരമാക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ പാർക്കിംഗ് പരീക്ഷയും നടത്തും. നിശ്ചിത ബോക്സിലേക്ക് മുന്നോട്ടും പുറകോട്ടും കയറ്റി പാർക്ക് ചെയ്യുവാനുള്ള ഡ്രൈവറുടെ കഴിവ് പരിശോധിക്കും. എച്ചിന് പകരം വളഞ്ഞു പുളഞ്ഞ് മുന്നോട്ടും പുറകോട്ടും വാഹനം എടുക്കേണ്ടി വരും. റോഡിൽ വാഹനം മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ ഓടിച്ചു കാണിക്കണം. ഉദ്യോഗസ്ഥർ പറയുമ്പോൾ പാർക്ക് ചെയ്ത് കാണിക്കണം. ടെസ്റ്റിനിടെ പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ പറഞ്ഞെന്ന് കരുതി നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്താലും വാഹനം റോഡിൽ നിന്ന് ഒതുക്കി പാർക്ക് ചെയ്തില്ലെങ്കിലും ലൈസൻസ് ലഭിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തുന്നവർ കയറ്റത്തിലും ഇറക്കത്തിലും വാഹനം ഓടിച്ചു കാണിക്കണം. ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന വാഹനത്തിനുള്ളിൽ ക്യാമറ വച്ച് ദൃശ്യങ്ങൾ ചിത്രീകരിക്കും. ഈ ദൃശ്യങ്ങൾ 3 മാസം സൂക്ഷിക്കും. ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയാൽ നടപടിയെടുക്കുന്നതിന് വേണ്ടിയാണിത്. എടാപോട വിളികൾ പാടില്ലെന്നും കുട്ടികളോടും സ്ത്രീകളോടും മാന്യമായി ഇടപെടണമെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകളുടെ രീതികളിലും മാറ്റം വരും. ഫുള്ളി ഓട്ടോമേറ്റഡ് സംവിധാനമുള്ള ഡ്രൈവിംഗ് സ്കൂളുകളിലേക്ക് വേഗത്തിൽ മാറുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. ഡ്രൈവർ പരിശീലനത്തിനും ലൈസൻസ് ടെസ്റ്റ് നടത്തുന്നതിനും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിംഗ് സെന്റർ പദ്ധതി കൂടി നടപ്പിലാകുന്നതോടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൽ അടിമുടി മാറ്റം സംഭവിക്കുമെന്നും മന്ത്രി പറഞ്ഞു.